ഇരിക്കുന്ന ഇടങ്ങളിൽ ദൈവ സാന്നിധ്യം നമ്മളെ അതിനായി നയിക്കട്ടെ. ഞാൻ വിശ്വസിക്കുകയാണ് നാം ഇരിക്കുന്ന ഇടങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. പഴയൊരു ഗാനത്തിന്റെ വരി ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിന് മഹത്വം കരയേറ്റാം. ഹല്ലേലൂയ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അതു ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അതു ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ദൈവമേ നിൻ മഹാസ്നേഹമതി വിധമാക്കു ഗ്രഹിച്ചറിയാ. നിൻ മഹാസ്നേഹമ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. മോദമെഴും തിരുമാറിലുല്ലാസമായി സന്തതം ചേർന്നിരുന്ന. മോദമെഴും തിരുമാറിലുല്ലാസമായി സന്തതം ചേർന്നിരുന്ന. ഏകജാതനമേശുവെ പാതകർക്കാ തന്ന സ്നേഹമതിശയമേ. ഏകജാതനമേശുവെ പാതകർക്കാ തന്ന സ്നേഹമതിശയമേ. ചേർന്ന് പാടുമോ? എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിരും തവ സ്നേഹമതുല്യമോ. എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിരും തവ സ്നേഹമതുല്യമോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര
എത്ര മനോഹരമേ. ഓ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ചേർന്ന് പാടുമോ? ആയിരം ആയിരം നാവുകളാ അത് വർണ്ണിപ്പതിനെഴുതോ. ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതിനെഴുതോ. 10,000 ചൊല്ലി പാരിലെ സാധ്യമഹോ. 10,000 ചൊല്ലിടുവാൻ പാരിലെ സാധ്യമഹോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. എന്തതിശയമേ, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ആമേൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരം. ഒരുമിച്ച് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവ് നമ്മളെ സ്നേഹിച്ചതോർത്താൽ, ഓരോ ദിനവും നമ്മളെ കരുതുന്നതോർത്താൽ, രാത്രിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹത്തെ ഓർത്താൽ ഇന്ന് രാത്രിയിലും എത്രയധികം നമുക്ക് സ്തുതിക്കുവാൻ കഴിയും. പാപത്തിന്റെ ചേറ്റുകുഴിയിൽ കിടന്ന് നമ്മളെ ഈ ഉന്നത പദവിയിലാക്കി, ആ അവസാനത്തെ തുള്ളി രക്തം വരെ ഊറ്റി നമ്മളെ സ്നേഹിച്ച ആ സ്നേഹത്തെ ഇന്ന് രാത്രിയിലും ഓർക്കുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോടെ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ അതിരങ്ങളെല്ലാം ഒന്ന് ചലിപ്പിച്ച് കർത്താവിനൊന്ന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാത്രിയിലും പറയുവാൻ കഴിയും, അപ്പാ ഞങ്ങൾ നിൽക്കുന്നത് അങ്ങയുടെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ്. താങ്ക് യു ജീസസ്. നിൻ മഹാ കൃപയ്ക്കാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാ കൃപയ്ക്കാ അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും. നിൻ മഹാ അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും. നിൻ മഹാ കൃപയ്ക്കാ അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും. നന്ദിയുള്ള ഹൃദയത്തോടെ കരങ്ങളെല്ലാം ഒന്ന് ചേർത്ത് തട്ടി കർത്താവിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. താങ്ക് യു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന്റെ ദാസന്റെ അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷ ഹല്ലേലൂയ, സ്തോത്രം, അനുഗ്രഹമായി പൂർത്തീകരിക്കുവാൻ സ്വർഗത്തിലെ സഹായിച്ചു. കർത്താവിന്റെ അതിശയകരമായ ഹല്ലേലൂയ നടത്തിപ്പിനെ കുറിച്ചും ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന്റെ വലിയ സ്നേഹത്തെയും ഓർത്ത് പിന്നെയും ദൈവത്തെ പാടി സ്തുതിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിച്ചല്ലോ. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടുത്തതായി നമ്മളെ ഇന്റർസെസറി പ്രയറിനായിട്ട് കർത്താവിന്റെ ദാസൻ ബിജു ജേക്കബിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സായം സന്ധ്യയിൽ പ്രാർത്ഥന ദുനിയായി പ്രാർത്ഥനയോടെ ദൈവസേനയിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവയുടെ എല്ലാ ഭാഗ്യ പദ്ധതികൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മൾ ദൈവിക സന്നിധിയിൽ പാടി ആരാധിച്ചുകൊണ്ടിരുന്നു. അല്പസമയം ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ നിർദ്ദേശിക്കുമ്പോൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. നമ്മൾ ഇവിടെ പ്രാർത്ഥന ധ്വനിയുടെ ഉദ്ദേശം തന്നെ പ്രാർത്ഥനയിൽ കൈത്താങ്ങുക എന്നുള്ളതാണ്. നമ്മൾ
വിവിധ രാജ്യങ്ങളിൽ വിവിധ സമയങ്ങളിൽ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ മനസ്സലിവ് നമ്മുടെ മേൽ ഉണ്ടാകുവാൻ, കർത്താവ് നമ്മളോട് മനസ്സലിയുവാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ചില വിഷയങ്ങൾ ഓർപ്പിക്കുന്നു. പ്രത്യേക ക്രിസ്തുവിന്റെ നാമം നിമിത്തം വിവിധ രാജ്യങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. പ്രത്യേക നൈജീരിയയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ ഒരു പാസ്റ്റർ 24ഓളം വിശ്വാസികളെ സുവിശേഷ വിരോധികൾ കൊല്ലുവാനിടയായി. അവിടെ ശക്തമായ ദൈവിക വിടുതൽ ഉണ്ടാകുവാൻ, ഇടപെടൽ ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതേപോലെ നമ്മുടെ പ്രാർത്ഥനാ ധ്വനി ഡൽഹി UP-യുടെ കോർഡിനേറ്ററായി സേവനമനുഷ്ഠിക്കുന്ന ബ്രദർ MM സജു ഒരു ഹാർട്ടിന്റെ സർജറിക്ക് വേണ്ടി വിധേയനാകുന്നു. അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ ധ്വനിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകം നമ്മുടെ പ്രാർത്ഥനാ ധ്വനിയുടെ ഇന്റർനാഷണൽ വെർച്വൽ കൺവെൻഷൻ ഒക്ടോബർ മാസം നടത്തുവാൻ ആഗ്രഹിക്കുന്നു. അതിനെ ഓർത്തും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 3 വിഷയങ്ങൾക്ക് വേണ്ടി നാം എല്ലാവരും അവിടങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവിക സന്നിധിയിൽ ബ്രദർ ഷിബു തോമസ് അവറുകൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ സ്വർഗത്തിലെ നല്ല ദൈവമേ, നിങ്ങളുടെ രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് അപ്പന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. പറയപ്പെട്ട വിഷയങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. പ്രിയ ദൈവദാസനെ സർജറിക്ക് വിധേയമാകുന്ന പ്രിയ ദൈവദാസനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവത്തിന്റെ കരം പ്രവർത്തിക്കണം. പരിപൂർണമാവുന്ന ഒരു വിടുതൽ ദൈവം നൽകണം. കർത്താവെ, വിവിധ വേടങ്ങളിൽ ദൈവത്തിന്റെ വേല ചെയ്യുന്ന എല്ലാ അങ്ങയുടെ ഭൃത്യന്മാരെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവോട് അനുഗ്രഹിക്കണം, മാനിക്കണം. കർത്താവെ, പ്രാർത്ഥനാ ധ്വനിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവോട് അനുഗ്രഹിക്കണമേ. കർത്താവെ, ദൈവമേ, ഇവിടെ ആയിരിക്കുന്ന ദൈവമേ, ഈ മീറ്റിംഗിലായിരിക്കുന്ന എല്ലാ അങ്ങയുടെ മക്കളെ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടാകണം. ഇന്നത്തെ പ്രാർത്ഥന ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണം. ദൈവദാസനെ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിക്കണം. ദൈവവചനത്തിൽ നിന്ന് കേൾക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനൊക്കെ സ്വർഗം സഹായിക്കണം. പിന്നെയും പറയപ്പെട്ട എല്ലാ വിഷയങ്ങളെ അപ്പന്റെ കരങ്ങളിൽ തരുന്നു. ദൈവം വലിവ് ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് പ്രാർത്ഥനയിട്ടിരിക്കാൻ സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അടുത്തതായി മുളവന ചർച്ച് ഓഫ് ക്രൈസ്റ്റിന്റെ പാസ്റ്ററായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ സജി കുര്യൻ അവറുകൾ ഒരു ചെറിയ സ്ട്രോക്ക് ഉണ്ടായി ഹോസ്പിറ്റലായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം. ശാരീരിക സുഖമില്ലാതെ ഭാരപ്പെടുന്നവർ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധ രോഗങ്ങളാൽ അടിമപ്പെട്ട് അനവധിയായ പ്രാർത്ഥന വിഷയങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഭാരത്തോടെ, പ്രയാസത്തോടെ, വേദനയോടെ ഒക്കെ കഴിയുന്ന അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേക യുദ്ധത്തിന്റെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കാനിടയായി വീണ്ടും അതിന്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതൊന്നും നമ്മുടെ വിവിധ സ്ഥലങ്ങളിൽ പാർക്കുന്ന പ്രിയപ്പെട്ടവരെ ഒന്നും ബാധിക്കാതെ അത് സമാധാനത്തോടെ ആയിരിക്കാൻ അതിനുവേണ്ടി ഈ 3 വിഷയങ്ങൾക്ക് വേണ്ടി ബ്രദർ സുജിത്ത് അവറുകൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. ശ്രീപിതാവേ, നല്ല ദൈവമേ, നല്ല കർത്താവേ, ഒരു പ്രാവശ്യം കൂടി ഞങ്ങളുടെ പാതപെടുത്തങ്ങളിലേക്ക് എടുത്തു വരുന്ന കർത്താവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളായിരിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ ഞങ്ങളുടെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളായിരിക്കുന്ന സമയത്ത് കർത്താവേ, മനുഷ്യ കർത്താവേ ശബ്ദങ്ങളല്ല കർത്താവേ, ഞങ്ങളുടെ കർത്താവേ ശബ്ദം തന്നെ ഞങ്ങൾ കേൾക്കുവാനിടയാവണം. പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേലൊക്കെ ദൈവത്തിന്റെ മറുപടി കർത്താവേ ഈ ദിവസങ്ങളിൽ തന്നെ കേൾക്കുവാനിടയാകണം. കർത്താവേ, ഈ പ്രത്യേക കർത്താവേ പ്രാർത്ഥന കൂട്ടായ്മ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിന് ചുമൽ കൊടുക്കുന്ന ഞങ്ങളുടെ ദേവദാസന്മാരെ, ഞങ്ങളുടെ സഹോദരങ്ങളെ ഒക്കെയും ദൈവമേ അങ്ങ് ധാരാളം അനുഗ്രഹിക്കുമാറണം. കർത്താവെ, അവരുടെ പ്രവർത്തി കർത്താവ് അവരുടെ ജീവിതത്തില് കർത്താവെ കൂട്ടായ്മയ്ക്കൊക്കെ ഏറ്റവും അനുഗ്രഹമായി തിരുവനന്തപുരം സഹായിക്കുമാറാകണം. കർത്താവെ, പ്രത്യേകം പറയപ്പെട്ട വിഷയങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകം സജിപാശ്രയം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവെ ധനദാസൻ സ്ട്രോക്കിന്റെ കർത്താവ് സ്വസ്ഥതയിൽ ഹോസ്പിറ്റലായിരിക്കുന്നു എന്ന് കേൾക്കാനിടയായല്ലോ. കർത്താവെ, ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ദാസനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആശുപത്രി കിടക്കമേൽ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരമൊന്ന് ഇറങ്ങുമാറാകണം. കർത്താവെ, സൗഖ്യത്തിന്റെ കരമൊന്ന് ഇറങ്ങണം. കർത്താവെ, എത്രയും വേഗം പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് കർത്താവെ ഭവനത്തിലേക്ക് മടങ്ങുന്നത് ഞങ്ങൾ കേൾക്കുവാനിടയാവണം. പിതാവെ, സഹായിക്കണം. കർത്താവെ, അതുപോലെ തന്നെ കർത്താവെ, രോഗത്തിലൂടെ കടന്നു പോകുന്ന അനേകർ കർത്താവ് ഉണ്ടെന്ന് കേൾക്കുവാനിടയായല്ലോ. കർത്താവെ, അവർക്കൊക്കെയും ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ കരം കർത്താവ് ഈ ദിവസങ്ങളിൽ കാണുവാനിടയാവണം. പിതാവെ, ഞങ്ങൾ കർത്താവെ ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ വിഷയത്തിന് മേലൊക്കെ ദൈവത്തിന്റെ കരം ഒന്ന് കാണുവാനിടയാവണം. അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുന്നതിനെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. സ്വതന്ത്രം ചെയ്യുന്നു. പിതാവെ, പ്രത്യേക കർത്താവെ, യുദ്ധഭീഷണിയിൽ കർത്താവ് യുദ്ധക്കെടുതിയിലൊക്കെ ആയിരിക്കും ഞങ്ങളുടെ
രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടെ ഇടങ്ങളായി ഞങ്ങളുടെ സഹോദരങ്ങൾ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ കർത്താവെ. എന്നാൽ ദൈവമേ ലോക സമാധാനത്തിന് ഞങ്ങൾ ഒരു കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ദൈവം ഒന്ന് ഇടപെടുമാറാകണം കർത്താവെ. ദൈവമേ അതിൻ്റെ കർത്താവെ പിന്നെ പ്രവർത്തിക്കുന്ന എല്ലാ അന്ധകാരത്തിൻ്റെ ശക്തികളെ ദൈവമേ ഈ ദിവസങ്ങൾ ദൈവമേ ഒന്ന് ശാസിക്കുമാറാകണം, സഹായിക്കണം കർത്താവെ. ലോകത്തിലെ സമാധാനം ദൈവം തിരികെ കൊണ്ടുവരണം കർത്താവെ. പ്രത്യേക വിവിധ രാജ്യങ്ങളിലൊക്കെയായി കർത്താവെ യുദ്ധത്തിന്റെ കെടുതികളിലൊക്കെ കർത്താവെ ബാധിക്കപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങളെ കൊണ്ട് കർത്താവെ ആർക്കും ഒരു ദോഷവും സംഭവിക്കാതെ ദൈവം കാത്തു സൂക്ഷിക്കണം കർത്താവെ. ഒരു ജീവന് പോലും കർത്താവ് ദൈവമേ ഒരു ഭീഷണിയായി തീരുവാനിട വരാതെ ഒരു ജീവനും കർത്താവെ ഹാനി ഇടയായി തീരാതെ വേണം ദൈവം അത്ഭുതം പ്രവർത്തിക്കുമാറാകണം കർത്താവെ. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് ഒരിക്കൽ കൂടി ഞങ്ങളുടെ കരങ്ങളിലേക്ക് പറയപ്പെട്ട വിഷയങ്ങളൊക്കെ ഒരിക്കൽ കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന ദൈവമേ അത് ഞങ്ങൾക്ക് കർത്താവെ ഏറ്റവും കർത്താവെ ഫലിക്കുന്നതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. ഞങ്ങളാരും കർത്താവെ അവിടെ ഇവിടങ്ങളായിരിക്കുന്നുവെങ്കിലും കർത്താവെ അങ്ങയുടെ കരം ഇന്ന് രാത്രികാല വിഷയത്തിന് മേലിറങ്ങി പ്രവർത്തിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു കർത്താവെ. ഒരിക്കൽ കൂടി കർത്താവെ ഞങ്ങൾ കൂട്ടായ്മ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട മറുപടി സുതനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. GCC കൺട്രിയിലെ എല്ലാ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേക സൗദി അറേബ്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അനേക പ്രിയപ്പെട്ടവർ കർത്താവിനെ അറിയുവാൻ ഏകരായി പല സ്ഥലങ്ങളിൽ പാർക്കുന്ന അവരുടെ എല്ലാം ഇടങ്ങളിൽ സുവിശേഷങ്ങൾ എത്തുവാൻ പ്രാർത്ഥനാ ധ്വനിയുടെ സൗദി ചാപ്റ്ററിന് വേണ്ടിയും പ്രത്യേക പ്രാർത്ഥിക്കാം. ഇന്നത്തെ വചനം ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ ബിബിൻ ബാബു അവരുടെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ നമുക്ക് ആശ്വാസകരമായ വചനങ്ങൾ കർത്താവ് നൽകുവാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ ധ്വനി ഇന്റർനാഷണൽ ചെയർമാൻ ബ്രദർ പാസ്റ്റർ ബെൻസൺ ഡാനിയൽ അവர்கள் കുടുംബത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന്റെ ആത്മീയ ശുശ്രൂഷകളിലെല്ലാം ആത്മഭാരത്തോടെ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളിലും കർത്താവിന്റെ കൃപ സാന്നിധ്യം കൂടെ ഇരിക്കേണ്ടതിനാൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനാ ധ്വനി പ്രവർത്തനങ്ങൾ നടക്കുന്നു. അനേക പ്രിയപ്പെട്ടവർ ഇതിന് കൈത്താങ്ങൽ നൽകുന്നു. എല്ലാവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്നത്തെ ചെയർമാൻ ബ്രദർ ഇവാഞ്ചലിസ്റ്റ് സ്റ്റിജി അവറുകൾ, ഇന്നത് നമുക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിച്ച ബ്രദർ അബേസ് അവറുകൾ, ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും കർത്താവ് സഹായിക്കേണ്ടതിന് വേണ്ടി ബ്രദർ കുഞ്ഞുമോൻ ഫ്രാൻസിസ് അവറുകൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാൽ. ഞങ്ങളെ കൂടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനാ ധ്വനിയുടെ ഈ മീറ്റിംഗിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, ഇന്ന് രാത്രി ദൈവമേ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും സ്വർഗം അത്ഭുതം പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി പറയപ്പെട്ട ഓരോ വിഷയങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ യേശുവേ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, പ്രത്യേകിച്ച് സൗദി രാജ്യത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പിതാവേ, അനേകർ ദൈവമേ ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ എന്റെ യേശുവേ അങ്ങ് സഹായിക്കണമേ. ഞങ്ങളുടെ വചനം കേൾക്കുന്നവരാരും വൃഥാവായി പോകാൻ സ്വർഗ്ഗം അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, എന്റെ ദൈവമേ സ്തോത്രം ചെയ്യുന്ന ദൈവമേ, ഇന്ന് രാത്രികാലം വചന സൃഷ്ടിക്കുന്ന നമ്മുടെ ഭക്തനെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കൾക്ക് ദൈവമേ അനുഗ്രഹകരമായ വചനങ്ങൾ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഭക്തനിലൂടെ കേൾക്കൊണ്ടേക്കണമെന്ന് യേശുവേ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ബലവും ദൈവമേ അങ്ങ് നൽകുമാറാകണമേ. ഹൃദയങ്ങളെ വിവേചിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ഇന്ന് രാത്രി വചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ താക്കണം ശക്തമായി അങ്ങ് ഉപയോഗിക്കുമാറാകണമേ. അത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അത് അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ എന്റെ യേശുവേ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ചെയർമാനായിരിക്കുന്ന നമ്മുടെ ദാസനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ഭക്തനെ സ്വർഗമേ അങ്ങ് സഹായിക്കണമേ. അങ്ങയുടെ കൃപയും ബലവും അധികമായി നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ സ്വർഗ്ഗം അനുഗ്രഹിക്കണമേ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിതാവ്. ഇന്ന് രാത്രിയിൽ ദൈവ ഗാനങ്ങൾ ആലപിച്ച പ്രിയ ദൈവദാസനയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അധികമായി ഉപയോഗപ്പെടുത്തുമാറാകണമേ. അനേകർക്ക് താങ്ങും തണലും തണുപ്പുമായി തീരുവാൻ എന്റെ യേശുവേ അങ്ങ് സഹായിക്കണമേ. ഇന്ന് രാത്രികാലം ഈ ദൈവമേ സൂം മീറ്റിംഗിലായിരിക്കുന്ന എല്ലാ അങ്ങയുടെ മക്കളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഹായിക്കണമേ. കൃപയാൽ മറച്ചുകൊള്ളുമാറാകണമേ. അങ്ങയുടെ നാമത്തിനായി സകലതും തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, മറുപടി നൽകിയതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ. സ്തോത്രം സ്തോത്രം. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇന്റർസെസറി പ്രയർ നയിച്ച കർത്താവിന്റെ ദാസൻ ബ്രദർ ബിജു ജേക്കബ് ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അതില് പ്രാർത്ഥിച്ച് സഹായിച്ച എല്ലാ സഹോദരന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് വേണ്ടി അനേക ഇടങ്ങളിൽ പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ സ്തോത്രം കർത്താവിന്റെ ദാസൻ ബിബിൻ ബാബുവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഹല്ലേലൂയ സ്തോത്രം ആരാധന കൂടുവാനും
കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനും കർത്താവിന്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാനും ദൈവം സഹായിച്ചിട്ടുണ്ട്. ഈ ജനറേഷനിൽ കർത്താവിന്റെ ഹല്ലേലൂയ നാമത്തെ ഹല്ലേലൂയ സ്തോത്രം കർത്താവിന്റെ വചനവുമായി നിൽക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസനാണ് ഇന്ന് നമ്മുടെ മധ്യത്തിലുള്ളത്. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ആര് വായിക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരമെന്ന് എഴുതിയിരിക്കുന്നുവെങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. കർത്താവെ, നീ ഞങ്ങളെ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു എന്ന് യെശയ്യാവ് പറയുന്നുവല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വ്യക്തമായി ഹല്ലേലൂയ പഠിക്കുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ ദാസന്റെ വചനത്തിലൂടെ ഹല്ലേലൂയ സ്തോത്രം അനേകര് ഈ ഹല്ലേലൂയ സ്തോത്രം ഇത് നമ്മൾ യൂട്യൂബിലൊക്കെ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ അനേകർ ഇത് കേട്ട് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനും കർത്താവിനെ അറിയുവാനും സ്വർഗത്തിലെ അവിടുന്ന് സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ഇതിനകത്തായിരിക്കുന്ന എല്ലാവർക്കും ഈ വചനം അനുഗ്രഹമായിട്ട് കർത്താവിന്റെ ദാസനെ വളരെ ഹല്ലേലൂയ സ്തോത്രം ബഹുമാനത്തോടും ആദരവോടും കൂടെ ഹല്ലേലൂയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ വന്യപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ഓടുകളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ പ്രാർത്ഥനാപൂർവം ഈ മീറ്റ് പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ദൈവവാദപടി അടുത്ത് വരുവാൻ കർത്താവ് മുഖാന്തരങ്ങൾ ഒരുക്കിയല്ലോ. കഴിഞ്ഞ ചില ദിവസങ്ങളായി നാം വളരെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് യോഗത്തിന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് ദൈവസന്നിധിയിൽ ആഗതമായത് വൃഥാഭാഗവാനിട നൽകാതെ ആത്മാർത്ഥമായ പ്രാർത്ഥനയോടും സമർപ്പണത്തോടും കൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വിശേഷിയാൽ ഈ മീറ്റിംഗ് വളരെ ചിട്ടയായി അനുഗ്രഹിക്കുന്ന രീതിയിൽ അധ്യക്ഷ വഹിക്കുന്ന ബഹുമാനപ്പെട്ട ദൈവത്തിന്റെ ദാസൻ സ്റ്റീച്ചാൻ അവറുകൾ വളരെ ശ്രുതിമധുരമായ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിച്ച കർത്തൃഭൃത്യൻ യബേസ് അവറുകൾ, അതിനുശേഷം പ്രാർത്ഥനയിൽ നമ്മെ മുൻപോട്ട് നയിച്ച കർത്തൃദാസൻ ബിജു ബ്രദർ അവറുകൾ, വിശേഷിയാൽ പ്രാർത്ഥനാധുനിയുടെ ഇന്റർനാഷണൽ ഡയറക്ടർ ആയിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ ബെൻസൺ ഡാനിയൽ അവറുകൾ, പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ പ്ലാറ്റ്ഫോമിലൂടെ ഈ ഓൺലൈൻ മീറ്റിംഗിന് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വേഗം വരുന്ന യേശു കർത്താവിന്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനങ്ങളെയും അറിയിക്കുന്നു. മുൻകുറി പരിചയപ്പെടുത്തിയതുപോലെ എൻ്റെ പേര് ബിപിൻ ബാബു എന്നാണ്. നാട്ടിൽ അടൂർ സ്വദേശിയാണ്. ഇപ്പോൾ സൗദി അറേബ്യയിൽ അബേയിലായിരിക്കുന്നു. കഴിഞ്ഞ 15 വർഷമായി കർത്താവിന്റെ മഹത്വമേറിയവരിലായിരിക്കാൻ കർത്താവ് അവസരങ്ങളെ നൽകിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഏകദേശം 10 വർഷത്തോളം അടൂർ ഈസ്റ്റർ സെന്ററിൽ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കാൻ കർത്താവ് അവസരങ്ങളെ നൽകി. തദവസരത്തിൽ എളമ്പള്ളി IPC ചർച്ചിൽ ശുശ്രൂഷിക്കുന്ന സമയത്താണ് ബഹുമാന്യ കർത്തൃദാസൻ ബെൻസം പാസ്റ്ററുമായി ഏറ്റവും അടുത്ത ബന്ധവും കൂട്ടായ്മയും ഉണ്ടാകാൻ ഇട നൽകിയത്. ആ സമയം മുതൽ ഇതുവരെയും കർത്തൃദാസൻ വളരെ ആത്മാർത്ഥമായി സഹകരിക്കുകയും സ്നേഹിക്കുകയും വളരെ പ്രാർത്ഥനയിൽ സഹായിയായി മുന്നേറുകയും ചെയ്യുന്നു. അപ്പോൾ മുതൽ പ്രാർത്ഥനാധുനിയുടെ കേരള ചാപ്റ്ററിന്റെ ഒരു ഘടകമായി പ്രവർത്തിക്കാൻ മുന്നേറുവാൻ കർത്താവ് ഇട നൽകി. ഇവിടെ സൗദി അറേബ്യൻ ചാപ്റ്ററിന്റെ ഭാഗമായി തീരാനും കഴിഞ്ഞതിൽ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിക്ക് നമുക്കായിരിക്കാം. വളരെ ചുരുക്കമായ ഒരു സമയം, ഒരു ചെറിയ ചിന്ത, കമ്പിവാചകങ്ങൾ അറിയിച്ചിരിക്കാൻ കർത്താവ് ശരണപ്പെടുകയാണ്. വളരെ ദൈർഘ്യമായ ഒരു സന്ദേശത്തിന് ഇന്ന് രാത്രിയിൽ സമയം കണ്ടെത്തുന്നില്ല. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം ഞാൻ നിങ്ങൾക്കായി വായിക്കുന്നു. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് ഞാൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. പ്രാർത്ഥനയിൽ ഒരു പോരാട്ടം എപ്പോഴും അനിവാര്യമാണ്. പ്രാർത്ഥനാധുനി എന്ന ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് അറ്റൻഡ് ചെയ്യുന്ന ബഹുമാന്യ ദൈവത്തിന്റെ ജനമേ,
ചരിത്രത്തിൽ പ്രയോജനപ്പെടുന്ന ഒട്ടനേകം പേരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിശുദ്ധ വേദഗ്രന്ഥത്തിലും വളരെയധികം കാണാൻ കഴിയുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്തൃഭൃത്യന്മാർ ഒട്ടനേകം പേരുണ്ട്. എന്നാൽ പ്രാർത്ഥനയുടെ ഉള്ളറകളിൽ ദൈവത്തിന് വേണ്ടി അടരാടിയ ശക്തനായ ഒരു ഭക്തനെ കുറിച്ചാണ് ഇന്ന് രാത്രിയിൽ നാം ഒരുമിച്ച് ചിന്തിപ്പാൻ പോകുന്നത്. അവന്റെ പേര് എപ്പഫ്രാസ് എന്നാണ്. എപ്പഫ്രാസിനെ സംബന്ധിച്ചിടത്തോളം പുതിയ നിയമത്തിൽ ആകെ 3 വചനങ്ങളിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ പേര് പരാമർശിച്ചിരിക്കുന്നത്. എന്നാൽ പൗലോസ് റോമൻ തറവടയിൽ കടക്കുമ്പോൾ തന്റെ കത്തുകളിലൂടെ ഈ മനുഷ്യനെ കുറിച്ച് വളരെ ആവേശത്തോട് പ്രതിപാദിച്ചിരിക്കുന്നത് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നു. റോമിലെ വീട്ടുതടങ്കലിൽ അപ്പോസ്തലനായ പൗലോസ് കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ, അതായത് AD 60-62 കാലഘട്ടത്തിൽ പൗലോസ് പ്രധാനമായും 4 കത്തുകളാണ് എഴുതപ്പെടാൻ ഇട നൽകിയത്. ദ പ്രിസൺ എപ്പിസ്റ്റൽസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം, ഫിലിപ്പിയ ലേഖനം, ഫിലേമോന്റെ ലേഖനം, അങ്ങനെ 4 ലേഖനങ്ങളാണ് ആ കാരാഗ്രഹത്തിൽ വെച്ച് താൻ എഴുതാനിട നൽകിയത്. ഈ ലേഖനങ്ങളൊക്കെ പഠിക്കുമ്പോൾ തന്നെ പലയിടത്തായി താൻ തടവിലാണ് എന്ന കാര്യം പൗലോസ് നേരിട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഉദാഹരണം, കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 18 തന്റെ ചങ്ങലകളെ കുറിച്ച് താൻ പ്രസ്താവിക്കുന്നുണ്ട്. എന്നാൽ ഈ തടങ്കൽ കാലഘട്ടത്തിൽ എപ്പഫ്രാസ് കൊലോസിയിൽ നിന്ന് റോമിലേക്ക് പൗലോസിനെ കാണാൻ വരികയാണ്. പൗലോസ് റോമിലെ വാടക വീട്ടിലായിരുന്ന സമയത്ത്, അതായത് അപ്പോസ്തല പ്രവൃത്തികൾ 28-ാം അധ്യായത്തിൽ പറയുന്ന റോമിൽ വാടക വീട്ടിൽ താൻ കാരാഗ്രഹത്തിൽ ആ സമയത്തെ കുറിച്ച് പറയുന്നത്. കൊലോസ്യ സഭയിൽ അതികഠിനമായ ദുരുപദേശങ്ങളും ദൈവവചന വിരുദ്ധമായ പ്രവണതകളും ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ ശക്തമായൊരു നിലപാടെടുക്കേണ്ടതിനും ദൈവിക ഉപദേശത്തിനുമായി എപ്പഫ്രാസ് പൗലോസിന്റെ അടുക്കലേക്ക് വരികയാണ്. ആ തടവറയിൽ വെച്ച് കൊലോസ്യ സഭയ്ക്കുണ്ടാകുന്ന അപജയങ്ങളും അബദ്ധങ്ങളും അവർക്ക് നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ചും പൗലോസിനോട് പങ്കുവെച്ചുകൊണ്ടും ആത്മാവിൽ ആ മനുഷ്യർ ദൈവോന്മുഖമായി പ്രാർത്ഥന കഴിക്കുകയാണ്. കൊലോസ്യ സഭയുടെ യഥാസ്ഥാപനത്തിനും ദൈവിക ഉപദേശത്തിനുമായി ചില ലേഖനങ്ങൾ അവർക്ക് കൈമാറുകയാണ്. കൊലോസ്യ സഭയ്ക്ക് അവരുടെ നേരിട്ട പാന്താവിൽ നയിക്കപ്പെടേണ്ടതിന് ഒരു ലേഖനം എഴുതി കൊടുത്തയക്കുന്ന ഒരു പ്രത്യേക ഭാഗമാണ് ഇവിടെ വായിച്ചു കേൾപ്പാൻ ഇട നൽകിയത്. എന്നാൽ ഈ ഭാഗത്ത് നാം വായിച്ചത് എപ്പഫ്രാസിന്റെ പ്രാർത്ഥനയെ കുറിച്ചാണ്. എപ്പഫ്രാസ് ക്രിസ്തുവിൽ ഒരു ധീര പോരാളിയായിരുന്നു എന്നീ കുറിവാക്യത്തിലൂടെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നു. എപ്പഫ്രാസിന്റെ ചരിത്രം പഠിച്ചു നോക്കുമ്പോൾ അദ്ദേഹം കേവലം ഒരു വിശ്വാസി മാത്രമായിരുന്നില്ല. ഏഷ്യ മൈനറിലെ ലൈക്കസ് താഴ്വരയിലെ വിവിധ സഭകൾ രൂപീകരിക്കപ്പെടേണ്ടതിന് വേണ്ടി അഘോരാത്രം പ്രവർത്തിച്ച ശക്തനായ ഒരു ക്രിസ്തു ശിഷ്യനായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ചരിത്രം പറയുന്നത് കൊലോസ്യ, ലബോദിക്യ, ഹിരാപോലിസ് സഭകൾക്ക് വേണ്ടി പ്രയത്നിച്ചവനായിരുന്ന ദൈവഭക്തനായിരുന്നു താൻ എന്നാണ്. പൗലോസ് എഫെസോസിൽ 3 വർഷത്തോളം താമസിച്ച് സുവിശേഷം അറിയിച്ച കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തെ കുറിച്ച് പ്രവർത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. അതായത് AD 52-55 കാലഘട്ടത്തിൽ അതിശക്തമായ ഒരു ശുശ്രൂഷ എഫെസോസിൽ വെച്ചപ്പോൾ അവിടെ കടന്നു വന്ന എപ്പഫ്രാസ് എന്ന ഈ മനുഷ്യൻ എഫെസോസിൽ വെച്ച് രക്ഷിക്കപ്പെടുകയും തന്റെ ജന്മനാടായ കൊലോസിയിലേക്ക് മടങ്ങിപ്പോയി ദൈവത്തിന്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്യുകയായിരുന്നു. തന്മൂലം ഒരു സഭ കൊലോസിയിൽ ഉടലെടുക്കുകയാണ്. എന്നാൽ പൗലോസ് നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു സഭയായിരുന്നു കൊലോസിയിലെ സഭ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം പഠിക്കുമ്പോഴും 2-ാം അധ്യായം 1-ാം വാക്യം പഠനവിധേയമാക്കുമ്പോഴും പൗലോസ് ആ സഭ നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ള വസ്തുത നമുക്ക് അധികം വ്യക്തമാകും. 1-ാം അധ്യായം 4-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങൾ കേട്ടിട്ട്. സഭയെക്കുറിച്ചുള്ള കേൾവി മാത്രമാണ് അപ്പോസ്തലനായ പൗലോസിന് ഉണ്ടായിരുന്നത്. എന്നാൽ അല്പം കൂടെ വ്യക്തമായി 2-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു: നിങ്ങൾക്കും
ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി എന്ന് തുടങ്ങി താൻ സംസാരിക്കുകയാണ്. കൊലോസ്യ ലേഖനം 1:7 വരുമ്പോൾ വളരെ വ്യക്തമായി താൻ പറയുന്നു, ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് നിങ്ങൾ അത് പഠിച്ചുവല്ലോ, അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകൻ ആയിരുന്നു. അതായത് എപ്പഫ്രാസ് ആണ് ആത്മീയതയിൽ തങ്ങളെ വഴി നടത്തിയതെന്നുള്ള തുടർന്നാൽ നിങ്ങളെ എന്റെ വായിൽ നിന്ന് ഉമ്മിന്ന് കളയും. നിങ്ങൾ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകയാൽ. ഇന്ന് വിവിധ പ്ലാറ്റ്ഫോമിലൂടെ എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവത്തിന് ജനമേ, ആത്മാവിൽ ഞാൻ നിങ്ങളെ ഉദ്വേദിപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സുവിശേഷത്തിന്റെ ആദ്യ പാഠങ്ങളിൽ, ആദ്യ നാളുകളിൽ നിങ്ങളുടെ അകത്തളങ്ങളിൽ കത്തിക്കയറിയ ദൈവിക നിയോഗങ്ങൾ, ആവേശം ഇന്നും അതുപോലെ തുടരാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? എന്നോട് ചേർന്ന് അതാത് സ്ഥലങ്ങളിൽ കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. ആത്മീക ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ് വല്ല ഭാഗപ്പിഴകളും വന്നു പോയെങ്കിൽ, എവിടെയാണ് എനിക്ക് പരാജയം വന്നതെന്ന് കണ്ടുണർന്ന് യഥാസ്ഥാനപ്പെടുവാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. എപ്പഫ്രാസിനാൽ ആത്മീക തീഷ്ണതയോടെ പ്രൈസ് ആരംഭിക്കപ്പെട്ട ദൈവിക സഭ 35-40 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും തികഞ്ഞ തണുപ്പൻ മണ്ണിലേക്ക് ആക്കപ്പെട്ടപ്പോൾ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ ദാസനായ യോഹന്നാനിലൂടെ ഒരു ദൈവിക സന്ദേശം നൽകി കൊടുക്കുക. നിങ്ങൾ യഥാസ്ഥാനപ്പെടണം. പ്രൈസ്. നിങ്ങളുടെ ശീതോഷ്ണാവസ്ഥ മാറണം. പ്രൈസ്. കർത്താവിനായി നിങ്ങൾ ഏറെ എരിയേണ്ടതുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നന്മയെ തന്നെ ഒന്ന് കണ്ടുണർന്നുകൊണ്ട് ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ആരുടെയെങ്കിലും നിർബന്ധത്താൽ ഒരു ആത്മീക ജീവിതം മുൻപോട്ട് നയിക്കുന്നു എന്നുള്ളതാണോ? യഥാർത്ഥമായി സുവിശേഷത്തോടുള്ള താല്പര്യം നിമിത്തവും നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിച്ച ദൈവതേജസ്സിന്റെ ബഹുസ്ഫുരണം ഒത്തവണ്ണവും ആത്മാവിൽ അടരാടാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ഇന്ന് രാത്രികൾ നമ്മെ തന്നെ കൊണ്ട് വിചിന്തനം ചെയ്യേണ്ടത് ആത്മാവിൽ വളരെ അനിവാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കുക, കൊലോസിയിലെ സഭ എപ്പഫ്രാസ് സ്ഥാപിച്ചതെന്ന് വിശുദ്ധ തിരുവെഴുത്തിലൂടെ നമുക്ക് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ലവോദിക്കയിലെയും ഹിരാപ്പോലിസിലെയും വിശ്വാസികൾക്ക് വേണ്ടിയും താൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുവെന്ന് ഈ വായിച്ച കുറിവാക്യത്തിന്റെ അടുത്ത വാക്യത്തിൽ തന്നെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നു. ആകയാൽ പൗലോസ് നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഈ സഭയെക്കുറിച്ച് ശ്രദ്ധിക്കൂ. പൗലോസ് നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഈ കൊലോസിയിലെ സഭയെക്കുറിച്ചുള്ള ഭാരം വളരെ ചുമന്നിരുന്നത് ദൈവത്തിന്റെ ദാസനായ എപ്പഫ്രാസ് ആയിരുന്നു. സഭയിൽ കടന്നുകൂടിയ ദുരുപദേശങ്ങൾ നിമിത്തം വല്ലാതെ വീർപ്പുമുട്ടിയ ആ മനുഷ്യൻ പത്യോപദേശത്തിന് വെള്ളം ചേർക്കുന്ന അനുചിതമല്ലെന്ന് കണ്ടുകൊണ്ട് കാലത്തിന്റെ കുത്തൊടുക്കൽ കാലമനുസരിച്ച് കോലം മാറണമെന്നുള്ള ചിന്താഗതിയിൽ വല്ലാതെ വെമ്പൽ കൊള്ളുന്ന പരിതസ്ഥിതികളിൽ ദൂതന്മാരെ ആരാധിക്കണമെന്നുള്ള പ്രത്യേക ഉപദേശങ്ങളുടെ മുൻപാകെ തനിക്ക് ലഭിച്ച ദൈവിക ഉപദേശത്തിന് വെള്ളം ചേർക്കാതെ അതിനോട് എതിർത്ത് നിന്നുകൊണ്ട് ആ മനുഷ്യൻ ആത്മാവിൽ ആ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽ സഭകൾക്ക് ഭവിക്കപ്പെടുന്ന അപജയങ്ങളെ കണ്ട് ആത്മാവിൽ ഹൃദയം നൊന്തു നേറി പ്രാർത്ഥിക്കാൻ ജാഗരൂഢമായിരിക്കും ദൈവജനം. അതരങ്ങളെ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്, എനിക്കൊരു കർത്തവ്യമുണ്ട്. പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം എന്ന് നിക്ഷിപ്തമാണെന്ന് തിരിച്ചറിയുന്നവർ ദൈവത്തിന്റെ സ്തോത്രം ചെയ്തേ. ബഹുമാന്യ കത്രിദാസൻ ബെൻസൺ ഡാനിയൽ പാസ്റ്റർ ക്കേണ്ടതിന്റെ ആവശ്യകത മുൻകണ്ടുകൊണ്ട് ഇത്തരത്തിലൊരു കൂട്ടായ്മ രൂപീകരിക്കാനാണ് നൽകിയത്. പ്രാർത്ഥനാ സഹകാരികളായി മുന്നേറേണ്ടതിന് വേണ്ടിയാണ് നാം ഈ പ്ലാറ്റ്ഫോമിൽ ഒത്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ പേഴ്സണൽ ലൈഫ്, നമ്മുടെ സ്വകാര്യ പ്രാർത്ഥനാ ജീവിതം എത്രത്തോളം ഉണ്ട് എന്ന് നാം ഒന്ന് കണ്ടുണരേണം. പ്രൈസ് ലോർഡ്. ഇന്ധനമില്ലാതൊരു വാഹനം ഇറക്കമെങ്കിൽ അല്പദൂരം ഒന്ന് ഉരുണ്ട് കണ്ടേക്കാം, എന്നാൽ അധിക ദൂരം അത് ഓടുകയില്ല. ഓടണമെന്നുണ്ടെങ്കിൽ ഇന്ധനം ആവശ്യമാണ്. ആത്മീയ ജീവിതം ഇങ്ങനെ വല്ല വിധേനയും ഉരുണ്ട് മുന്നോട്ട് പോകേണ്ടതിനല്ല, ഇതിലുപരി നിത്യതയുടെ നിത്യഘനത്തെ ലക്ഷ്യമാക്കി ഓടേണ്ടതിന് പ്രാർത്ഥന എന്ന ഇന്ധനം അകത്തളങ്ങളിൽ പ്രാപിച്ചടയാത്ത അഭിഷക്തന്മാർ ആത്മാവിൽ അതാത് സ്ഥലങ്ങളിൽ അധരങ്ങളെ തുറന്ന് സർവശക്തനെ സ്തോത്രം ചെയ്താട്ടെ. ശബ്ദരാജകൾക്ക് ചടങ്ങിന് വേണ്ടി പ്രകസനത്തിന്റെ പരിവേഷങ്ങൾ അറിഞ്ഞ് ബാരക്കുമാരെയല്ല ദൈവസഭയ്ക്ക് അനിവാര്യമായിരിക്കുന്നത്. പുതിയ നിയമത്തിന്റെ നിയോഗങ്ങൾ ഏർപ്പെടുന്ന ദൈവോന്നതമായ ദബോരമാർ ആവശ്യമാകിയാൽ ആത്മാവിൽ അടരാടുന്ന ഒരുപറ്റം പേരെ പരിശുദ്ധാത്മാവ് അന്വേഷിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ, ആത്മാവിൽ അടരാടാൻ ഈ തലമുറയിൽ ഞാൻ ഒരുക്കമെന്ന് ദൈവോന്നതമായി വിളിച്ചു പറയുന്നവർ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. നാം വിദൂരതയിലായിരിക്കുന്നുവെങ്കിലും നമുക്ക് സമീപസ്ഥാനം
ഇറങ്ങി വരുന്ന ദൈവകൃപയുടെ വലുതയുണ്ട്. ഞാനോ ഭൂമിയുടെ അറ്റത്ത് നിലവിളിക്കുമ്പോൾ അത്യുന്നതമായ സ്വർഗത്തിൽ നിന്ന് തന്റെ രക്ഷാകരമായ വലങ്കരത്താൽ എന്നെ വിടുവിക്കുന്ന സർവശക്തിക്കുള്ള ഒരു ദൈവം ഇന്ന് രാത്രിയിൽ ഞാൻ ആയിരിക്കുന്ന സ്ഥാനത്ത് എന്റെ മുറിക്കകത്തളത്തിൽ പ്രാർത്ഥനാ നിരതമായി ഞാൻ തിരുവചനത്തിന് മുൻപാകെ ആയിരിക്കുമ്പോൾ എന്റെ അപയാതനകൾക്ക് ഉത്തരമായി എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എന്നിലേക്ക് ഇറങ്ങി വരികയാൽ ഇന്ന് പകലും രാത്രിയിലും വിശ്വസിക്കുന്നവർ കരമുയർത്തി അതാത് സ്ഥാനങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നലകളിൽ നിങ്ങളിൽ പ്രകാശിച്ച ദൈവിക തേജസ്സിന് മങ്ങൽ ഭവിച്ചിട്ടില്ലെങ്കിൽ, തീഷ്ണതയ്ക്ക് മങ്ങൽ ഭവിച്ചിട്ടില്ലെങ്കിൽ ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പ്രാർത്ഥനയിൽ അടരാടുന്ന ഒരു പ്രകൃതി എന്നിൽ ഇന്നും ഉണ്ട്. പ്രാഗൽഭ്യത്തോടെ അത് പറയാൻ കഴിയണം. Praise the Lord. Hallelujah. നോക്കുക, എപ്പപ്രാസിന് വളരെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. എന്താ എണ്ണിപ്പറയാനാകുന്ന ഈ എപ്പപ്രാസിന്റെ പ്രത്യേകതകൾ? Praise the Lord. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹം വിശ്വാസ സുവിശേഷകനായിരുന്നു. വിശ്വാസ സുവിശേഷകൻ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം പ്രകാരം വായിക്കുന്നത്, ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പപ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. 8-ാം വാക്യം പ്രകാരം പറയുന്നു, അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു. ചേർന്നൊരു സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസ്ത ശുശ്രൂഷക്കാരായി തീരണം. വിശ്വസ്ത ശുശ്രൂഷക്കാരായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാലം മുന്നോട്ട് പോകുന്നതനുസരിച്ച് മുൻപ് പറഞ്ഞതുപോലെ അതിനനുസരിച്ച് കോലം കെട്ടുന്നവരായി ക്രിസ്തു വിശ്വാസി മാറാൻ പാടില്ല. നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിശ്വസ്തരാണോ എന്നുള്ളതാണ് കർത്താവ് നിങ്ങൾ അന്വേഷിക്കുന്നത്. ഒട്ടനേകം വാക്കുകൾ പൊലിപ്പിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവപ്രസാദം അങ്കുരിക്കപ്പെടണമെന്നില്ല. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. വിശ്വസ്തയോടെ ദൈവപാദവിടം അന്വേഷിപ്പാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ മാത്രമേ നീതി സൂര്യനായവൻ നിനക്ക് വേണ്ടി ഉദിക്കപ്പെടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസ്യത ഏറ്റവും പ്രധാനമാണ്. വിശ്വസ്തത അതിലേറെ പ്രധാനമാണ്. കുടുംബ ജീവിതത്തിൽ വിശ്വസ്തരായിരിക്കണം. കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ നാം വിശ്വസ്തരായിരിക്കണം. ഭാര്യ ഭർത്താവിനോടും, ഭർത്താവ് ഭാര്യയോടും, ശുശ്രൂഷകന്മാർ ദൈവസഭയോടും വിശ്വസ്തരായിരിക്കണം. ഇന്നലെ പറഞ്ഞ ഉപദേശം നാളെ മാറ്റി പറയാൻ ഇടനൽകരുത്. ഇന്നലെ പറഞ്ഞ പ്രസംഗങ്ങൾ ഇന്ന് തിരുത്തി പറയാൻ ഇടനൽകരുത്. വിശ്വസ്തതയോടെ ദൈവസന്നിധികൾ നിലനിൽക്കണം. വിശ്വസ്തത കെട്ടുപോകുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ ദൈവോന്നതമായ ഹൃദയ പരമാർത്ഥതയോടെ വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി അടരാൻ എപ്പപ്രാസിനെ പോലെ എനിക്കും നിനക്കും കഴിയേണ്ടത് അനിവാര്യമാണ്. തെറ്റായ ഉപദേശങ്ങൾ, ജ്ഞാനവാദത്തിന്റെ കടന്നുകയറ്റങ്ങൾ, യഹൂദ ആചാരങ്ങൾ, ദൂതന്മാരെ വണങ്ങുന്ന തെറ്റായ പ്രവണതകളൊക്കെ ദൈവസഭയ്ക്കകത്തേക്ക് ചാട്ടുളി പോലെ പാഞ്ഞു കയറി അവരെ വിശ്വാസത്തിൽ നിന്ന് പുറത്തു വായിച്ചു കളയാൻ പൈശാചിക മേഖലകൾ പ്രബലപ്പെട്ടപ്പോൾ പ്രാർത്ഥനാധിപിതമായി മുഴങ്കാൻ മടക്കി ആത്മാവിൽ ദൈവം അന്വേഷിച്ച ആ ഭക്തൻ തന്റെ ആത്മീക പിതാവിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്ന് ആത്മീക അപജയങ്ങൾ എണ്ണിപ്പറഞ്ഞ് കൃത്യമായി ഒരു ഉപദേശത്തിന് വേണ്ടി കാതോർക്കുകയാണ്. എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരെ, എവിടെങ്കിലും ഒരു ഭാഗപ്പിഴ വരുന്നു എന്ന് കണ്ടറിയുമ്പോൾ പ്രാർത്ഥനയ്ക്കായി ഞാനും നീയും മുഴങ്കാൽ മടക്കണം. എന്തിന് പ്രാർത്ഥിക്കണം? നിന്റെ ഇടിഞ്ഞു കിടക്കുന്ന മതിലുകളിൽ വല്ലവിധേനയും അതിനെ കലക്കി കളയേണ്ടതിനെ തക്കം പാർത്തിരിക്കുന്ന കുറുക്കന്മാരുടെ സഖ്യമുണ്ടെന്ന് ആത്മാവിൽ നിങ്ങൾ തിരിച്ചറിയണം. നെഹമ്യാവോ മതിൽ പണിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ മതിലിന്റെ പൊക്കം കുറഞ്ഞ ഭാഗങ്ങളിൽ ആളുകളെ കുടുംബമായി നിർത്തി. എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇന്ന് രാത്രിയിലും ആത്മാവിൽ നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ പൊക്കക്കുറവുകൾ എവിടെയാണെന്നാണ്, നമ്മുടെ പോരായ്മകൾ എവിടെയാണെന്നാണ്, നമ്മുടെ പരാജയങ്ങൾ എവിടെയാണെന്നാണ്. വല്ലാതെ ഉണ്ടാകുന്ന ഒരു ഇടയ്ക്കിടയുണ്ടാക്കുന്ന ഈർഷ മനോഭാവങ്ങൾ, ചേർച്ചയില്ലാത്ത അന്തരീക്ഷങ്ങളൊക്കെ ഇന്ന് പകലൊന്ന് കണ്ടുറന്ന് എന്റെ ജീവിതത്തിന്റെ പൊക്കക്കുറവ്, എന്റെ പരാജയമെന്ന് മനസ്സിലാക്കി ആത്മാവിൽ അവിടെ അധികം കാവൽ നിർത്താൻ, എങ്ങനെ പ്രാർത്ഥനയുടെ വേലി കെട്ടാൻ, ഉപവാസത്തിന്റെ വേലി തട്ടാൻ, കണ്ണുനീരോടെ അടരാടാൻ, ഉടനെ നെടുമ്പാട് വീഴാൻ ഇന്ന് രാത്രികൾ ഞാനും നീയും തയ്യാറാകുന്നിടത്താണ് ദൈവിക വിജയങ്ങൾ അങ്കുരിക്കപ്പെടുന്നത്. അപഥോപദേശങ്ങളാൽ
നിങ്ങൾ തെറ്റിപ്പോകരുത്. പ്രൈസ് ആകാത്ത വേലക്കാരാൽ നിങ്ങളുടെ വിശ്വാസം തണുത്തു പോകരുത്. ആകിയാൽ ദൈവഹിതം എന്തെന്ന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തി തിരിച്ചറിഞ്ഞ് ആത്മീക തീഷ്ണതയോടെ മുന്നേറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പോപ്പുലർ ഉപദേശത്തിന്റെ പുറകെയല്ല നിങ്ങൾ പോകേണ്ടത്. കാലത്തിനനുസരിച്ച് മുൻപോട്ട് പോവുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. പകരം പ്രൈസ് ദി ലോർഡ് തിരുവചനാനുസൃതം ആത്മീക ജീവിതം നയിക്കുമ്പോൾ വിശുദ്ധ തിരുവെടുത്ത് പത്യം വെള്ളം ചേർക്കാതെ കൃത്യതയോട് പ്രസംഗിക്കപ്പെടുമ്പോൾ സ്വർഗം നിന്നെ നോക്കി പറയുക, നീ വിശ്വസ്ത സുവിശേഷകനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉപദേശങ്ങൾ സഭയെ വല്ലാതെ ഉലയ്ക്കുമ്പോൾ സുവിശേഷത്തിന്റെ സത്യത്തോട് വിട്ടുവീഴ്ചയില്ലാതെ നിലനിൽക്കുന്നവനാണ് യഥാർത്ഥ ദൈവത്തിന്റെ ദാസൻ. ചേർന്നൊരു സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെയും ഒരു ക്രിസ്ത്യാനിയായി ആത്മീക ജീവിതം നയിച്ചാൽ, എങ്ങനെയെങ്കിലും ഒരു പെന്തക്കോസ്തുകാരനായി കൂട്ടായ്മകൾ കടന്നുപോയാൽ അക്കരെ നാട്ടിലെത്തുകയില്ല. പരമപിടിയുടെ ലാക്കിലേക്ക് കുതിക്കുന്ന അഭിഷക്തന്മാരെ ഈ മണ്ണെ പ്രതി മാണിക്യം വിടേണ്ടത്, മാണിക്യം വിടുവാൻ ഇടം നൽകരുത്. ചേർന്നൊരു സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇഹത്തിലെ മായയെ നോക്കി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പരത്തിലെ നിത്യതയുടെ നിത്യഘനം നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ നമ്മെ തന്നെ സ്വയശോധന ചെയ്ത് ജീവിതത്തിൽ ക്രമീകരണം പ്രാപിച്ച് മുന്നേറേണ്ടത് അനിവാര്യമാണ്. എന്തെല്ലാമായിരുന്നു എപ്പഫ്രാസിന്റെ പ്രത്യേകതകൾ? ഒന്ന്, അവൻ വിശ്വസ്ത സുവിശേഷകനായിരുന്നു. തന്റെ ഉപദേശത്തിന് വെള്ളം ചേർപ്പാൻ ഒട്ടും മനസ്സില്ലാത്തവനായിരുന്നു. ചെറുതരാമൻ പറഞ്ഞാട്ടെ. രണ്ടാമത്തെ എപ്പഫ്രാസിന്റെ പ്രത്യേകത, അവൻ പ്രാർത്ഥനയിൽ അടരാടുന്നവനായിരുന്നു, പ്രാർത്ഥനയിൽ പോരാടുന്നവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി പേർക്ക് പ്രസംഗമുണ്ട്, പ്രൈസ് ദി ലോർഡ്. ഒത്തിരി പേർക്ക് ഉപദേശമുണ്ട്, നേതൃത്വത്തിൽ പ്രയോജനപ്പെടുന്നവരാണ്. പക്ഷേ പ്രാർത്ഥനാ ജീവിതം വലിയൊരു സീറോയാണ്. ചെറുതൊരു സ്തോത്രം ചെയ്താട്ടെ. റവനഘടക ശബ്ദനാദി ഇല്ല. പക്ഷെ പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയും. രാമേ പറഞ്ഞേ, അറകന നിന്നെ അറിയുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. പ്രാർത്ഥനയിൽ പോരാടുന്നവനായ എപ്പഫ്രാസ്. 4-ാം അധ്യായം 12-ാം വാക്യം പ്രകാരം ഒരിക്കൽ കൂടെ വായിക്കുന്നു, നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. ചെറുതരാമൻ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പദം ആകണി എന്ന തീവ്രമായി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഗ്രീക്ക് പരിഭാഷയിൽ വ്യക്തമായി കൊടുത്തിരിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, മൂലഭാഷകൾ കൊടുത്തിരിക്കുന്നത് ഒരു മൽപിടുത്തം എന്ന അർത്ഥമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൽപിടുത്തം എന്നാൽ ഒളിമ്പിക്സിന്റെ പ്രൈസ് ദി ലോർഡ് ഗോതയിൽ ഒരു ഗുസ്തിക്കാരൻ തന്റെ സർവ്വശക്തിയും എടുത്ത് മല്ല് പിടിക്കുന്നത് പോലെ കൊലോസിയിലുള്ള ദൈവസഭയ്ക്ക് വേണ്ടി പ്രൈസ് ദി ലോർഡ് ആത്മാവിൽ പോരാടുകയാണ്. കേവലം ഒരു പൊത്തുവരുത്തത്തിന്റെ പ്രാർത്ഥനയല്ല എനിക്കും നിനക്കും വേണ്ടിയത്. കേവലം ഒരു ജൽപ്പനങ്ങളാൽ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ ചടങ്ങായി അവസാനിപ്പിച്ചിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പകരം പ്രാർത്ഥനയിൽ മല്ല് കെട്ടണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, യബ്ബോക്കിന്റെ കടവിൽ ഒരു യാക്കോബ് ദൂതനുമായി മല്ല് പിടിച്ചതുപോലെ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ, നിന്റെ ശബ്ദം കേട്ടിട്ടല്ലാതെ, അവിടുത്തെ ആലോചന ഞാൻ ഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ എന്ന് ആത്മാവിൽ ഷഠിച്ചുകൊണ്ടൊരു കാലഘട്ടം പോലെ ആത്മാവിൽ ഷഠിക്കാൻ, ആത്മാവിൽ മല്ലുകെട്ടാൻ, ആത്മാവിൽ പോരാടാൻ എനിക്കും നിനക്കും കഴിയണം. പോരാടുന്നവന് മാത്രമേ വിജയമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദിന്റെ വീരന്മാരിൽ ഒരുവനായ ബെനയാമിനെ നിങ്ങൾക്കറിയാം. ശൈത്യകാലത്ത് ഒരു ഗുഹാമകത്തെ കടന്നു കയറി ഒരു സിംഹത്തെ കൊന്നുകളഞ്ഞവനാണവൻ. പ്രൈസ് ദി ലോർഡ്. എന്നെ ശ്രദ്ധിക്കൂ. രഹസ്യ ജീവിതാനുഭവങ്ങളിൽ, ആത്മീക ജീവിതങ്ങളിൽ വല്ലാത്ത ശൈത്യമെല്ലാവർക്കും കടന്നു പിടിച്ചിരിക്കെ, വല്ലാത്ത തണുപ്പിലൂടെ ജനം കടന്നുപോയിക്കൊണ്ടിരിക്കെ ഉറങ്ങാൻ നിനക്ക് അനിവാര്യമല്ല. വരിക, നിന്റെ സുരക്ഷിത മേഖല വിട്ട്, നിന്റെ കംഫർട്ട് സോൺ വിട്ട്, നിന്റെ സുരക്ഷിത മേഖലകളെ വിട്ട് പുറത്തു വരുന്ന പക്ഷ ചില ഗുഹകൾക്കകത്ത് കയറി സിംഹങ്ങളെ കീറിക്കളയുന്ന ദൈവിക അഭിഷേകത്തിന് വേണ്ടി ആത്മാവിൽ പ്രാർത്ഥന കഴിച്ച പോരാടുന്ന ചിലരെയാണ് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ആത്മാവിൽ പോരാടാൻ ചിലരെ ദൈവാത്മാവ് അന്വേഷിക്കുകയാണ്. വിശ്വസിക്കുന്നവർ അതാത് സ്ഥലങ്ങളിൽ ശബ്ദം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എപ്പഫ്രാസിന്റെ പ്രാർത്ഥന വെറും ഒരു ചടങ്ങ് മാത്രമായിരുന്നില്ല. എപ്പഫ്രാസിന്റെ പ്രാർത്ഥന കേവലം ഒരു
കടമ മാത്രമായിരുന്നില്ല, അതൊരു ആത്മീക യുദ്ധമായിരുന്നു. ആത്മീക യുദ്ധമായിരുന്നു. Praise the Lord. നമുക്ക് യുദ്ധമുണ്ട്. ഓർവനെ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടുമാകിയാൽ ആത്മീക അപജയങ്ങൾ വന്ന് ഭവിക്കേണ്ടതിന് Praise the Lord. അല്ലയോ ദൈവസഭയെ തകർത്ത് കളയേണ്ടതിന് ദുരുപദേശങ്ങളായി പൈശാചികൻ ആവത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ അടരാടുന്ന ചിലരെ, ആത്മാവിൽ മല്ലുകെട്ടുന്ന ചിലരെ ദൈവസഭയ്ക്ക് അനിവാര്യമാണ്. ഇന്ന് പകൽ ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർ ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പ്രിയരെ, അണിയറയിലെ നിങ്ങളുടെ പ്രാർത്ഥനയാണ് പരസ്യമായ നിങ്ങളുടെ ആത്മീക വിജയത്തിന്റെ ആണിക്കല്ല്. ചെറുതരാമൻ പറഞ്ഞേ അവരവന് രഹസ്യ ജീവിതത്തിൽ പ്രാർത്ഥനയുള്ളവന് പരസ്യമായ ചില ദൈവിക പ്രഖ്യാപനങ്ങളുണ്ട്. നീതിയുടെ കൊടിയായ നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. ചെറുതരാമൻ പറഞ്ഞാട്ടെ, എന്താണ് എപ്പപ്രാസിന്റെ പ്രത്യേകതകൾ? ഒന്ന്, അവൻ വിശ്വസ്ത സുവിശേഷകനായിരുന്നു. രണ്ട്, അവൻ പ്രാർത്ഥനയിൽ പോരാടുന്നവനായിരുന്നു. മൂന്ന്, അവന്റെ പ്രാർത്ഥനയുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. നിങ്ങൾ തികഞ്ഞവരും ആത്മപൂർണരായി തീരേണ്ടതിനുമാണ് അവൻ ശ്രദ്ധിക്കൂ. സാമ്പത്തിക ലാഭം ഉണ്ടാകേണ്ടതിനോ തലമുറ രക്ഷപ്പെടേണ്ടതിനോ സാമ്പത്തികമായി എന്തെങ്കിലും നേട്ടമുണ്ടാകേണ്ടതിന് വേണ്ടിയോ അല്ല പ്രാർത്ഥിക്കുന്നത്. ചെറുതൊരു സ്തോത്രം പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എപ്പപ്രാസ് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ആത്മീകരായ ഔന്നത്യം പ്രാപിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒട്ടനേകം പേർ കർത്താവിനെ അന്വേഷിച്ചു വരുന്നത് അവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് ഒരു മാറ്റം വരേണ്ടതിനാ, തലമുറയൊന്ന് ക്ലച്ച് പിടിക്കേണ്ടതിന് വേണ്ടിയാ, സാമ്പത്തിക നിലവാരമൊക്കെ അല്പം മാറേണ്ടതിന്. എന്നാൽ പ്രൈസ് ദി ലോർഡ്, പ്രാർത്ഥന അനിവാര്യമായിരിക്കുന്നത് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീഴാതെ താഴാതെ തകരാതെ നിത്യതയുടെ തുറമുഖത്തോളം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണവരിൽ കണ്ടതും നീയോ ദയയിൽ നിലനിന്നാൽ ദൈവം തന്നെയാണെങ്കിൽ ആ ദയ അനുഭവിച്ച് മുന്നേറേണ്ടതിന് വേണ്ടിയാ. ചെറുതരാമൻ പറഞ്ഞാട്ടെ, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാവവും പറ്റുന്ന ഭാരവും ഇട്ട് ചേർന്ന് പ്രൈസ് നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കിയോടാൻ ഇന്ന് പകൽ ആ പ്രത്യാശയുള്ള ഒരു അധരങ്ങളെ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എന്റെ പ്രാർത്ഥന ഒന്ന് മാത്രമാണ്, പ്രൈസ് നിത്യതയോളം എത്തണം. ചെറുതരാമൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കുക, എപ്പപ്രാസിന്റെ കാതലായ പ്രാർത്ഥനാ വിഷയം നിങ്ങൾ തികഞ്ഞവരും ആത്മപൂർണരുമായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പപ്രാസ് നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. അവന്റെ പ്രാർത്ഥനയുടെ വിഷയം നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. ചെറുതരാമൻ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ഒരു പോരാട്ടം, പ്രാർത്ഥനയിൽ പോരാട്ടം. അവൻ പ്രൈസ് ലൗകിക സുഖങ്ങൾക്ക് വേണ്ടിയോ നന്മകൾക്ക് വേണ്ടിയോ രോഗസൗഖ്യത്തിന് വേണ്ടിയോ പ്രൈസ് അല്ല പ്രാർത്ഥിച്ചത്. പകരം എന്താണ് പ്രാർത്ഥിച്ചത്? അവരുടെ ആത്മീക ഉന്നമനത്തിന് വേണ്ടി. ഇതിനൊന്നും പ്രാർത്ഥിക്കരുതെന്നല്ല പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. നീ പ്രാർത്ഥിക്കുന്നതിന് മുൻപേ കർത്താവിന് അത് അറിയാം. ചെറുതരാമൻ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നിന്നെ അറിയുന്നു, നിനക്ക് എന്തൊക്കെ വേണമെന്ന് കർത്താവിന് അറിയാം. പ്രൈസ് ദി ലോർഡ്. സഹോദരി സഹോദര, പ്രൈസ് ദി ലോർഡ്. ആകുലതകളാൽ നിങ്ങൾ ഭാരപ്പെടാതെ പ്രൈസ് സകലവും അവൻ കാൽവരിയിൽ നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. സ്തോത്രം ചെയ്തേ. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കേണ്ടതിനുള്ള ഒരു വ്യഗ്രത മാത്രമാണ് നിന്നിൽ അങ്കുരിക്കപ്പെടേണ്ടത്. ആത്മാവി സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ആത്മീകമായി നാം ഒന്നുകൂടെ വളരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവജനത്തിന്റെ ആത്മീക വളർച്ച, സ്പിരിച്വൽ മെച്യൂരിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ദൈവദാസനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഇടയനെ സംബന്ധിച്ചിടത്തോളം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, അദ്ദേഹത്തിന്റെ എപ്പോഴുമുള്ള പ്രാർത്ഥന ഇവർ ആത്മീകമായി വളരണം എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. തിരുവചനത്തിൽ വേരൂന്നണം എന്നുള്ളതാണ്. ഇപ്പോഴും പാല് കുടിക്കുന്നവരായി തീരാതെ കട്ടിയുള്ള ആഹാരം കഴിക്കത്തക്കവണ്ണം ആത്മീക പക്വതയിലേക്ക് നിങ്ങൾ വരണം എന്നുള്ളതാണ് പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവദാസനെ പറയുന്നു, ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്താ മനസ്സിലാകാത്തത്? 10ഉം 20ഉം വർഷങ്ങൾ കഴിഞ്ഞില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്ര കാലങ്ങളായിട്ടും എന്തുകൊണ്ട് കട്ടിയായ ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല? നിങ്ങൾ ആത്മീകമായി വളരാനുണ്ട് കേട്ടോ. പ്രാർത്ഥനയിൽ അടിക്കടി ഊന്നി
ഞാനും എന്റെ കുടുംബവും തലമുറകൾ മാത്രമാകാതെ തിരുവചനത്തിന്റെ സത്യങ്ങളെ മനസ്സിലാക്കി ആത്മീയ ഔന്നത്യം പ്രാപിക്കേണ്ടതിന് ചെറുതൊരു സ്തോത്രം ചെയ്തേ. അവനെ കൊലോസിയിലെ ദൈവനത്തെ വല്ലാതെ വരിഞ്ഞു മുറുകാൻ വെമ്പൽ കൊണ്ടിരിക്കുന്ന ജ്ഞാനവാദത്തെയും യഹൂദ ദുരുപദേശങ്ങൾക്കും എതിരായി ആത്മാവിൽ ആ മനുഷ്യൻ പ്രാർത്ഥിക്കുക. നിങ്ങൾ തിരിച്ചറിയേണ്ടതിന് ലൗകികമായ ചിലതിനെ കുറിച്ചല്ല നിങ്ങൾ പ്രത്യാശ വെക്കേണ്ടത്, ലൗകികമായ ചിലതിലല്ല. പകരം എന്താ? നിങ്ങൾ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരണം. ചെറുതൊരു സ്തോത്രം ചെയ്തേ. ഉയരത്തിലേക്ക് നിന്റെ നോട്ടം പോയാൽ യോഗത്തിലുള്ളതൊക്കെ നിനക്ക് ചെറുതായി തോന്നും. ചെറുതൊരു സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നിന്നും നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് വിമാനത്താവളത്തിൽ ചെന്ന് വിമാനത്തിൽ കയറുമ്പോൾ വരെ പ്രൈസ് വിമാനത്താവളവും അതിന്റെ ചുറ്റുപാടും പാർക്കുന്ന ഇടമൊക്കെ അല്പം വലുതായി തോന്നും. എന്നാൽ ആകാശയാത്ര അങ്ങനെ ആരംഭിച്ച പ്രൈസ് ദി ലോർഡ് മേഘതലങ്ങളിലേക്ക് മുകളിലേക്ക് വല്ലാതെ ഒന്ന് കയറിക്കളയുമ്പോൾ വിൻഡോ സീറ്റിന്റെ അടുത്തിരുന്ന താഴേക്കൊന്ന് നോക്കണം. പറന്നു പൊങ്ങിയ എയർപോർട്ട് വിമാനത്താവളം എത്ര തന്നെ ചെറുതായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പാർത്തിരുന്ന ഭൂമി തന്നെ ഒരു ചെറിയ ഗോളമായി മാറിക്കൊണ്ടിരിക്കുക. നോക്കുക, ആത്മീയന്റെ വിഷയം ഉയരത്തിലേതാകുമ്പോൾ താഴെയുള്ളതെല്ലാം അവന് ചെറുതായി തുടങ്ങും. ചെറുതൊരു സ്തോത്രം ചെയ്താട്ടെ. അതുകൊണ്ട് ലൗകികമായ ചിലതിനെ ദൈവസഭയ്ക്കകത്തേക്ക് തിരികെ കയറ്റാൻ ദുരുപദേശകർ ശ്രമിച്ചപ്പോൾ ആത്മാവിൽ ആ മനുഷ്യൻ പ്രാർത്ഥിക്കുക, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ നോട്ടം ഇഹത്തിൽ നിന്നും പരത്തിലേക്ക് മാറേണ്ടതിന് ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരേണ്ടതിന് ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ അടരാടുകയാണ്. വിശ്വസിക്കുന്നവർ ആത്മാവിൽ അധരങ്ങളെ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അങ്ങയുടെ ഹിതം അടിയനിൽ നിറവേറണമേ. എന്റെ ഫോക്കസ് ഈ ലോകത്തിൽ നിന്ന് അങ്ങയിലേക്കാകാൻ അടിയനെ പ്രാപ്തമാക്കണമേ. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർ അധരങ്ങളെ തുറന്ന് അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഒട്ടനേകം സമയം ഞാൻ മുൻപോട്ട് എടുക്കുന്നില്ല. കവിവാദങ്ങളിൽ എന്റെ വാക്കുകളെ ചുരുക്കാൻ കർത്താവ് ഇച്ഛിക്കുകയാണ്. എന്നാൽ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് പരിമേൽപ്പിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കുക, കൃത്യമായും വ്യക്തമായൊരു പ്രാർത്ഥന നമ്മൾ ഉടലെടുക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. എപ്പപ്രാസിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മീകമായി നാം അല്പം കൂടെ വളരണം. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? കർത്താവേ, അടുത്തൊരു പടി കൂടെ ഞാൻ കയറേണ്ടതിന്, അടുത്തൊരു തലത്തിലേക്ക് ഞാൻ എത്തപ്പെടേണ്ടതിന് എന്റെ കരത്തിലൊന്ന് പിടിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ഒരു പോരാളിയായി മാറാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാർ അല്പസമയം അന്യഭാഷകളിൽ അതാത് സ്ഥാനങ്ങളിൽ പ്രാർത്ഥിച്ചാട്ടം. നിങ്ങൾ അദൃശ്യരായിരിക്കാം, പക്ഷെ പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ ശക്തി ഉണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എപ്പപ്രാസ് വലിയ അത്ഭുതങ്ങൾ കാണിച്ചതായോ അതിശയ പ്രവർത്തികൾ നടത്തിയതായോ തിരുവചനത്തിലെങ്ങും കാണാൻ കഴിയുന്നില്ല. 2 or 3 ഭാഗങ്ങളിൽ മാത്രമാണ് തന്നെ പരിചയപ്പെടുത്തുന്നത്. എന്ന ശക്തമായ ചില സഭകൾ ഉടലെടുക്കാൻ തന്റെ പ്രേക്ഷിത പ്രവർത്തനം കൊണ്ടായെങ്കിൽ അതിന് പിൻപിൽ കത്തിയ ഇന്ധനമെന്ന് ചോദിച്ചാൽ പ്രാർത്ഥന എന്ന ഏക ഇന്ധനമായിരുന്നു. ആത്മാവിൽ അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഒരു ആത്മാ ഭാരം ഇന്ന് രാത്രിയിൽ നമ്മൾ ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ ഹൃദയത്തിന്റെ ത്തിലുണ്ടായ ഭാരത്തെക്കുറിച്ച് പൗലോസ് ഇപ്രകാരമാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അവൻ നിങ്ങളെ കുറിച്ചും അവൻ നിങ്ങളെ കുറിച്ചും ലവോദിക്കയിലുള്ളവരെ കുറിച്ചും ഹിരാപ്പോലിസിലുള്ളവരെ കുറിച്ചും വലിയ ഭാരമുള്ളവനാണ്. 4:13 പറഞ്ഞത് അവൻ വലിയ ഭാരമുള്ളവനാണ്. നമ്മളെ വിട്ട്, നമ്മുടെ കുടുംബം വിട്ട്, നമ്മുടെ പ്രിയപ്പെട്ടവൾ വിട്ട്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, നമ്മുടെ കുഞ്ഞുങ്ങളെ വിട്ട്, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ അമ്മയപ്പന്മാരെ വിട്ട് ഒരു പ്രാർത്ഥനാ സർക്കിൾ എപ്പോഴൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ശോധന ചെയ്തേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഒരു സർക്കിളിന് അപ്പുറത്തേക്ക് പ്രൈസ് ദി ലോർഡ് ആത്മീയ ഉദ്ധാരണത്തിന് വേണ്ടി ദൈവ സഭയ്ക്ക് വേണ്ടി ആത്മാവിൽ അടരാടാൻ അപജയങ്ങളുടെ ഇടയിൽ ആത്മാവിൽ എരിയപ്പെടുന്ന ഒരു പുതു തലമുറ ഉണ്ടാകണമെന്നും ആവേശത്തോട് പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാർ അതാത് സ്ഥാനങ്ങളിൽ കണ്ണുകളെ അടച്ച് അല്പസമയം പ്രാർത്ഥിച്ചാട്ട്. കാലചക്രം വല്ലാതെ മുൻപോട്ട് ഉരുണ്ടപ്പോൾ അല്പ തണുപ്പൻ മട്ടിലേക്ക് വല്ലാതെ മാറ്റപ്പെട്ട ലബോദിക്ക മണ്ഡലത്തോട് അറിയിച്ചതുപോലെ ഉമ്മിണ്ണ് കളയേണ്ട ഒരു അവസ്ഥയിലേക്കാണോ നാം ഇന്ന് രാത്രിയിൽ എത്തപ്പെട്ടിരിക്കുന്നതെന്ന് ആത്മാവിൽ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്തുകൊണ്ട് ഒരേപ്പം
പ്രാസിനെ പോലെ ധീര പോരാളിയായി മാറേണ്ടതിന്, പ്രാർത്ഥനയിൽ അടകാടും അഭിഷക്തനായി മാറേണ്ടതിന് ഒരു പ്രാർത്ഥനാ ജീവിതം എനിക്ക് തരണമേ എന്ന് ആത്മാവിൽ അല്പസമയം പ്രാർത്ഥന കഴിച്ച് എല്ലാ കണ്ണുകളും അടച്ച് ഹോ ശതന ജലഘടകതിയാനക വൈശ്വസ്യം ഭാരതം വൈഡകം ധരാജകം പ്രൗഢജലഘടകതിയാനക. എല്ലാവരും അല്പസമയം പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രിയിൽ നമ്മുടെ അപജയങ്ങളെ ഒന്ന് കണ്ടുണരാം. എവിടെയാണ് നമ്മുടെ പോരായ്മകൾ കണ്ടുണരാം. നമ്മുടെ മതിലുകൾ എവിടെയാണ് ഇടിഞ്ഞു കിടക്കുന്നത് എന്ന് കണ്ടുണരാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു യഥാസ്ഥാപനത്തിന് വേണ്ടി, ഒരു മടങ്ങിവരവിന് വേണ്ടി ആത്മാവിൽ കൊതിച്ചുകൊണ്ട് വീറോട് അടരാടുന്ന ഒരു പ്രൈസ് ദി ലോർഡ്, പ്രൈസ് വീരനെ പോലെ ആത്മാവിൽ അടരാടുവൻ ഒരു അപ്പപ്രാസിനെ പോലെ ഒരു ദൈവിക നിയോഗം എന്നിലേക്ക് കൈമാറണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ട്. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഈ പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ ജനത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. വിവിധ ഡിവൈസുകളിലൂടെ വിവിധ സാഹചര്യങ്ങളിലായി ഞങ്ങളുടെ ജനം അങ്ങയുടെ വചനം ശ്രവിക്കുകയായിരുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് പുനഃക്രമീകരിപ്പാൻ, ആത്മാവിലടരാടുവാൻ, നിത്യതയുടെ നിത്യാഖനം ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉൾത്തടങ്ങളിൽ ആവേശത്തോടെ കത്തിക്കയറുവാൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലൗകികമായതല്ല സ്വർഗീയമായതിനെ നോക്കി പാർത്തുകൊണ്ട് ഓർമ്മന പാളിച്ചകൾ ഭവിക്കാതെ, വീഴ്ചകൾ ഉണ്ടാകാതെ, പ്രൈസ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കി ഓടുവാൻ കർത്താവ് ഞങ്ങളെ പ്രാപ്തമാക്കണമേ. റവനഘടക ശബ്ദിനി റവൻകന ലഭിക്കപ്പെട്ട ദൈവാത്മനിയോഗ പ്രകാരം തിരുപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹ വിഷയമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശു കർത്താവിന്റെ തുല്യ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഴ അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ കർത്താവിന്റെ വചനം അതിശക്തിയോടെ ഹല്ലേലൂയ സ്തോത്രം വിളമ്പിയ കർത്താവിന്റെ ദാസനെ ഹല്ലേലൂയ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ശക്തീകരിക്കുകയും കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം ദൈവം അവിടുന്ന് സഹായിക്കട്ടെ എന്ന് പിന്നെയും പ്രാർത്ഥിക്കുന്നു. തുടർന്ന് വോട്ട് ഓഫ് താങ്ക്സ് ആണ്. വോട്ട് ഓഫ് താങ്ക്സ് പറയേണ്ടത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോജി ജോർജ് ആണ്. അദ്ദേഹം ഇപ്പോൾ ജിദ്ദയിലേക്കുള്ള യാത്രയിലായതുകൊണ്ട് നെറ്റിൻ്റെതായ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞിരിക്കുവാൻ. ആദ്യമായി കർത്താവ് ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ഈ മീറ്റിംഗ് ക്രമീകരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിച്ച കർത്താവിൻ്റെ വലിയ സ്നേഹത്തെ ഓർത്ത് കർത്താവിന് ധാരാളമായ നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതേപോലെ നമ്മളുടെ ഹല്ലേലൂയ സ്തോത്രം ഇതിൻ്റെ ഇന്റർനാഷണൽ ചെയർമാൻ ആയിരിക്കുന്ന പാസ്റ്റർ ബെൻസൺ ഡാനിയലിനെ കുടുംബത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ ഓർക്കുകയും ഓർക്കുന്നു. ദാസനോടുള്ള നന്ദി സ്നേഹത്തെ തരണത്തിൽ അറിയിക്കുന്നു. ഇതിൻ്റെ തുടക്കം, അതായത് ഓപ്പണിംഗ് പ്രെയർ നടത്തിയത് വർഷിപ്പ് ലീഡ് ചെയ്ത പ്രിയ ബ്രദർ എബേസ് ജോയിയാണ്. അദ്ദേഹത്തോടുള്ള നന്ദിയും സ്നേഹത്തെയും ഇത്തരണത്തിൽ അറിയിക്കുന്നു. പിന്നീട് ഇന്റർസെസറി പ്രെയർ നമുക്ക് വേണ്ടി ലീഡ് ചെയ്തത് ബ്രദർ ബിജു ജേക്കബാണ്. വളരെ ഹല്ലേലൂയ സ്തോത്രം എല്ലാവർക്കും എല്ലാ വിഷയങ്ങളെയും ഓർത്തുകൊണ്ട് വളരെ ആധികാരികമായി ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമ്മളെ ഹല്ലേലൂയ സഹായിച്ച പ്രിയ ബിജു ജേക്കബ് ബ്രദറിനോടുള്ള നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. ഇത് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മളെ സഹായിച്ച ബ്രദർ ഷിബു തോമസിനോടുള്ള നന്ദിയെ അറിയിക്കുന്നു. ബ്രദർ സുജിത്തിനോടുള്ള നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. ബ്രദർ കുഞ്ഞുമോൻ ഫ്രാൻസിസിനോടുള്ള നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. ഇന്ന് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട കൊലോസ്യ ലേഖനം 4-12 വാക്യത്തെ ഉദ്ധരിച്ച് എപ്പർഫ്രാസ് ഹല്ലേലൂയ സ്തോത്രം തികഞ്ഞവർ നമ്മളായിത്തീരുവാൻ തക്കവണ്ണം ഉള്ള പ്രാർത്ഥന അവിടെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൊലോസ്യ സഭയെക്കുറിച്ചും ആ കൊലോസ്യ സഭയുടെ ചുറ്റുപാടുമുള്ള പട്ടണങ്ങളെക്കുറിച്ചും ഹല്ലേലൂയ സ്തോത്രം ആധികാരികമായി കർത്താവിൻ്റെ വചനത്തിൽ നിന്നും വളരെ ശക്തമായി നമ്മളോട് സംസാരിച്ച കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. ഹല്ലേലൂയ അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരുന്നു. ശീതവാനും ഉഷ്ണവാനുമായിരിക്കാതെ കർത്താവിന് വേണ്ടി എരിയണം എന്നുള്ള ഹല്ലേലൂയ സ്തോത്രം നമ്മളെ തന്നെ ദൈവസേനയിൽ കണ്ടുണരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇതിനകത്ത് പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്ന ഓരോരുത്തർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. ഓരോരുത്തർക്കും ദൈവസേനയിൽ ഒരു വിശ്വസ്തതയുണ്ട്. ഹല്ലേലൂയ നമ്മുടെ പരാജയങ്ങൾ ഹല്ലേലൂയ സ്തോത്രം നമ്മളുടെ തണുത്തു പോകാതെ, ഹല്ലേലൂയ വിശ്വാസം തണുത്തു പോകാതെ
തീഷ്ണതയോടെ ഹല്ലേലൂയ സ്തോത്രം കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം ഹല്ലേലൂയ എപ്പഫ്രാസിനെ പോലെ ഒരു പോരാട്ട വീര്യമുള്ളവനായി ഹല്ലേലൂയ എവിടെ നമ്മുടെ മതിൽ ഇടിഞ്ഞു പോയോ അത് പണിതെടുത്ത് ഹല്ലേലൂയ വീരതയോടെ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ എല്ലാവരെയും ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസനോടുള്ള നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. കർത്താവിന്റെ ദാസൻ നമ്മുടെ മീഡിയ കോർഡിനേറ്റർ ആയിട്ടും ഹല്ലേലൂയ സേവനമനുഷ്ഠിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം ഇപ്പോൾ കമ്മീസിന്റെ പ്രദേശത്ത് കർത്താവിന്റെ പേരിലുള്ള ബന്ധത്തിലായ കുടുംബമായി അവിടെ ആയിരിക്കുന്നു. പിന്നെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നന്ദി പറയേണ്ടത് ഇവാഞ്ചലിസ്റ്റ് നമ്മുടെ PK തോമസ് ബ്രദറാണ്. ഇവിടെ നമ്മുടെ സബ് എഡിറ്ററായിട്ട് ഹല്ലേലൂയ സ്തോത്രം സേവനമനുഷ്ഠിക്കുന്നു. കർത്താവിന്റെ ദാസൻ ഇപ്പോൾ നാട്ടിലാണെങ്കിലും നമ്മുടെ KSA പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ വളരെ തീഷ്ണതയോടും ഉത്സാഹത്തോടും എന്ത് കാര്യം പറഞ്ഞെങ്കിലും അത് തീഷ്ണതയോടെ അതിന് ഹല്ലേലൂയ പ്രോഗ്രാമിന് സംബന്ധിക്കുകയും മീറ്റിങ്ങിന് സംബന്ധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഹല്ലേലൂയ സ്തോത്രം ഈ പ്രാർത്ഥനാധ്വനിയോടുള്ള ബന്ധത്തിൽ അനേകര് ഹല്ലേലൂയ ബുക്കിനകത്ത് ഹല്ലേലൂയ എഴുതി വെച്ചവരുണ്ട്, ഫോട്ടോ കൊടുത്തവരുണ്ട്, പല പല ഹല്ലേലൂയ സ്തോത്രം ചുമതലകൾ ഏറ്റവരുണ്ട്. പക്ഷെ അവരാരും ഇത് ചുമതലകൾ ഏറ്റവരൊന്നും ഒരു മീറ്റിങ്ങിന് പോലും സമ്മതിക്കാതിരിക്കുമ്പോൾ എത്രയോ വൈകിയ ഇപ്പോൾ നാട്ടിലേതത്തോളം അർദ്ധരാത്രിയുടെ സമയത്തോട് അടുത്തിരിക്കുന്നു. കർത്താവിന്റെ ദാസൻ വളരെ തീഷ്ണതയോടെ ഹല്ലേലൂയ ജോലികൾ തിരക്കിനിടയിലും നമ്മളോട് ഒപ്പമായിരിക്കുന്നു. പ്രിയ തോമസ് അച്ചാനോടുള്ള നന്ദി സ്നേഹത്തെ ഇത്തരണത്തിൽ അറിയിക്കുന്നു. ഇവിടെ കടന്നു വന്ന് ഇതിനകത്ത് സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും നന്ദിയോടെ ഓർക്കുന്നു, സഹായിക്കുന്നു. 10-25 പേരോളം ഇതിനകത്ത് കൂടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പലരും ലെഫ്റ്റായി പോയിട്ടുണ്ട്. എല്ലാവരോടുള്ള നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. പ്രത്യേകമായ ബെൻസൺ ബാസിനോടും കുടുംബത്തോടും ഉള്ള നന്ദി സ്നേഹത്തെ ഇത്തരണത്തിൽ അറിയിക്കുന്നു. ഇവിടെ ഹല്ലേലൂയ കടന്നു വന്നിട്ടുള്ള എല്ലാവരോടുമുള്ള നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത മാസക്കാലം പിന്നെയും നമുക്ക് പ്രാർത്ഥനാ സംഘവുമായി കൂടി വരുവാൻ കാണുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് ഹല്ലേലൂയ നേതൃത്വം നൽകിയ ചുക്കാൻ വഹിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. പ്രത്യേകമായി 2 ചെയർമാൻമാരായിരിക്കുന്ന പൊന്നൻ K. എബ്രഹാം, ജോർജി പാസ്റ്റർ എല്ലാവരെയും ഇത്തരണത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ക്ലോസിംഗ് പ്രെയർ ആണ്. അതിനായി ഇവാഞ്ചലിസ്റ്റ് PK തോമസ് ആശാനെ ആദരവോടെ ക്ഷണിക്കുന്നു. നമുക്ക് കണക്കാക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ മഹാപരിശുദ്ധനായ സ്വർഗീയ പിതാവേ, നല്ലതും വിലയേറിയതുമായ ഈ രാത്രി സമയത്തിനായ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു. ദൈവമായ കർത്താവേ, KSA ചാപ്റ്ററുള്ള ബന്ധത്തിൽ ദൈവമേ ഹല്ലേലൂയ ഞങ്ങൾക്ക് കർത്താവ് ഒരു പ്രാവശ്യം കൂടി ഒരുമിച്ച് കൂടുവാൻ ഒരു പ്രാർത്ഥനാ സംഗമം കർത്താവെ ഓൺലൈനിലൂടെ നടത്തുവാൻ കർത്താവ് കൃപ ചെയ്തു ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്തു. ഇന്ന് രാത്രി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരും പേരുപേരായി സമർപ്പിക്കുന്ന പിതാവേ, പ്രത്യേക പ്രാർത്ഥനാ ഇന്റർനാഷണൽ ഡയറക്ടർ ആയിരിക്കുന്ന പാസ്റ്റർ ബെൻസൺ ഡാനിയൽ അവരുടെ കുടുംബമായി ദൈവങ്ങളിൽ സമർപ്പിക്കുന്ന ദേവദാസന്റെ കർത്താവെ ഈ പ്രവൃത്തിയെ ദൈവം എത്രത്തോളം അനുഗ്രഹിച്ചു വിശാലമാക്കി ഓർത്ത് നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥനാ സഹകാരികളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുമിച്ച് കൂട്ടി കർത്താവെ അനേക പ്രാർത്ഥനാ വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവെ ഈ നാളുകളിൽ ദൈവസന്നിധിയിൽ കർത്താവെ ഇടിവിൽ നിൽക്കുവാൻ ഒരു കൂട്ടം ജനത്തെ അവിടുത്തെ ദാസനിലൂടെ കർത്താവ് കണ്ടെത്തി തോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്തു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇതിന്റെ പ്രാർത്ഥന ധ്വനി കർത്താവ് ചാപ്റ്ററുകളെയും ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. പ്രത്യേകാൽ ഇന്ന് രാത്രി ദൈവമേ KSA ചാപ്റ്ററിനെ ദൈവങ്ങൾ ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതിന്റെ കർത്താവെ ഇന്ന് രാത്രിയിലെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിന്റെ ദാസ് ദൈവങ്ങൾ സമർപ്പിക്കുന്നു. ദൈവദാസന്റെ കർത്താവെ വലിയ ഉത്സാഹത്തെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു. എല്ലാവരും ഒരുമിച്ച് കൂട്ടി ഈ രാത്രി കർത്താവിന്റെ സന്നിധിയിൽ മധ്യസ്ഥ അണച്ച് പ്രാർത്ഥിക്കുവാനൊക്കെ ഉള്ളതായ ഒരു വലിയ ആഹ്വാനം ദാസനിലൂടെ ദൈവം നൽകി ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ദൈവദാസന്റെ കർത്താവ് അനുഗ്രഹിക്കുമാറാണം. KSA ചാപ്റ്ററിലെ കർത്താവ് ചെയർമാൻമാരായിരിക്കുന്ന കർത്താവിന്റെ അഭിഷിക്തദാസന്മാരെ കർത്താവിദാസ് പാസ്റ്റർ പുന്നൻ K. എബ്രഹാം, കർത്താവിദാസ് പാസ്റ്റർ ജോജി അവർ ദൈവങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാരുടെ ശുശ്രൂഷകളെ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിച്ചു മാനിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രി കർത്താവെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിക്കുകയും തുടർന്ന് സംഗീത ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്ത കർത്താവിദാസ് എബേസ് ജോയി അവരുടെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവിദാസിന്റെ ശുശ്രൂഷ ദൈവം മാനിച്ച് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്ത
കർത്താവിന്റെ ദാസൻ ബ്രദർ ബിജു ജേക്കബിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ദൈവത്തെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണം. പ്രാർത്ഥനാ സഹകാരികളായി അതിൽ സംബന്ധിച്ച പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ബ്രദർ ഷിബു, ബ്രദർ സുജിത്ത്, അതുപോലെ ബ്രദർ കുഞ്ഞുമോൻ ഫ്രാൻസിസ് അവരുകളെയൊക്കെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവവരെയൊക്കെ ധാരാളമായി അനുഗ്രഹിക്കുമാറാണ് കർത്താവെ. ആമേൻ കർത്താവെ. അവസാനമായി കർത്താവെ അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവിക ദൂതുകൾ കർത്താവ് ദാസനിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചതോർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് കർത്താവ് ദാസൻ പാസ്റ്റർ ബിബിൻ ബാബു അവരുകളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന ദൈവദാസനിലൂടെ കർത്താവെ മറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം രാത്രി ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദി പറയുന്ന കർത്താവെ. ശീതവാഷനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാന ആകയാൽ ഞാൻ നിങ്ങളെ എന്റെ വായിൽ നിന്ന് ഉണ്ണുകളയുമെന്ന് ഹല്ലേലൂയ പറഞ്ഞതുപോലെ കർത്താവെ ഞങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ ഇടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരു വാട്ടവെള്ളത്തിന്റെ പരുവത്തിൽ ഞങ്ങളുടെ കർത്താവ് വിശ്വാസ ജീവിതം ദൈവമേ അല്ലെ മുന്നോട്ട് പോകാൻ അവിടുന്ന് അനുവദിക്കരുതേ ഞങ്ങളോടത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ സന്നിധിയിൽ എരിവും തീഷ്ണതയും ഉത്സാഹമുള്ളവരായി വിശ്വസ്തയോടെ കർത്താവെ എപ്പപ്രാസിനെ പോലെ കർത്താവെ നല്ല വേലക്കാരായി പ്രാർത്ഥനയിൽ അടരാടുന്നവരായി പോരാടുന്നവരായി കർത്താവെ ആമെ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെ പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് കർത്താവെ ആമേൻ. ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ മല്ലുപിടിച്ച് പ്രാർത്ഥിക്കാൻ അവിടെ ഞങ്ങൾക്ക് കൃപ ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് ഞങ്ങളോടത്തോട് പ്രാർത്ഥിക്കുന്നതാ. ആമെ കേസ് ചാപ്റ്ററിന്റെ കർത്താവ് പ്രവർത്തനങ്ങൾ എത്രത്തോളം ദൈവം അനുഗ്രഹമാക്കിയ കർത്താവെ. ആമേൻ കർത്താവ് കൂടുതൽ പ്രാർത്ഥന വീരന്മാരെ ദൈവം അവിടെ കൂട്ടിവരുത്തണം. ആമേൻ. പ്രിയ മക്കൾ കർത്താവെ പാർക്കുന്ന ദേശങ്ങളെല്ലാം കർത്താവിന്റെ കൃപയും സംരക്ഷണവും ഓരോരുത്തരോടും കൂടെ ഇരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. മിഡിൽ ഈസ്റ്റ് കർത്താവ് വലിയ പ്രയാസങ്ങളും അല്ലിയ ദൈവമേ അല്ലെ ഭാരങ്ങളും നേരിടുന്ന വേളയിൽ കർത്താവെ അല്ലിയ എല്ലാ അറബ് രാജ്യങ്ങളെയും ഞങ്ങൾ ഒരുമിച്ച് രാത്രിയിൽ ഒരിക്കൽ കൂടി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവിടേക്കുള്ള എല്ലാ ദൈവദാസന്മാരും ദൈവമക്കളെയും കർത്താവിന്റെ സംരക്ഷണം കാത്തുകൊള്ളണം. ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവിന്റെ കൃപ നൽകണമേ. ആമേൻ കർത്താവ് ആത്മനിറവോടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവാൻ എല്ലാവർക്കും കർത്താവ് കൃപ ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അല്ലിയ ദൈവമേ അല്ലെ എല്ലാ പ്രതികൂലങ്ങളുടെ നടുവിലും കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ അല്ലെ കർത്താവിൽ അല്ലെ ശരണം വെക്കുവാൻ ആമേൻ അല്ലെ അനേകരെ കർത്താവിലേക്ക് അടുപ്പിക്കുവാൻ ദാസിദാസന്മാർ കൃപ നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രി വിവിധ പ്രാർത്ഥനാ വിഷയങ്ങളോടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ആമേൻ കർത്താവെ കേസ് ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങൾ പിന്നെയും കർത്താവ് അനുഗ്രഹവും വിശാലമാക്കി തീർക്കണം. അതിലൂടെ അനേകർ കർത്താവ് ആശ്വാസം കണ്ടെത്തട്ടെ. പ്രാർത്ഥന യാചനയും കേട്ടതിനായി സ്തോത്രം. ഈ രാത്രി പലയിടങ്ങളിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ് അവരുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ മേൽ വലിയവ ചെയ്യുമാറാകണം. പ്രാർത്ഥന യാചനയും കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ അൻപുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കണം. സ്വർഗീയ പിതാവേ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ ആശീർവാദം പറയാം. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും ആശ്വസിപ്പിച്ച് നമ്മളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപയും സമാധാനവും കൂട്ടായ്മയും കാവലും അനുഗ്രഹങ്ങളും നമ്മോട് നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കും ഓരോരുത്തരോടും പ്രാർത്ഥന ധ്വനി കേസ് ചാപ്റ്ററിലെ ആമേൻ ഓരോ പ്രിയപ്പെട്ടവരോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ കർത്താവിന്റെ പ്രത്യക്ഷതയോടെ ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യേശു മുഹാദിനെ രാത്രിയിലും വലിയ സ്വർഗ്ഗീയ പിതാവിന് നന്ദിയോടെ മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ പറയണമേ.